24ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ചുക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ പേജിൽ ഇതുവരെ അങ്ങനത്തെ ഒരു റെസിപ്പി കാണിച്ചിട്ടില്ല. ഞാനും 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ട്, റെസിപ്പി ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്ന പാടെ തന്നെ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ സ്റ്റൗവിൽ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ സമയം കൊണ്ട് പാലെല്ലാം തിളച്ച് കളഞ്ഞു. പിന്നെ വീണ്ടും ഒന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് വെള്ളം വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 3/4 കപ്പോളം മട്ടപ്പച്ചരി കഴുകി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15ഓളം ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതായിരിക്കണം. കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനൊപ്പം 3 തൊണ്ടൻ മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ട കേട്ടോ, അത് ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്കാണ് കേട്ടോ. ചുക്ക് ഒരു 4-5 പീസ് എടുക്കാം. അത് ജസ്റ്റ് നന്നായിട്ട് കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചതിലോട്ട് നമുക്ക് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു കഞ്ഞിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടും നമുക്ക് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ആ ചതച്ചെടുത്തിട്ടുള്ള ചുക്കിലോട്ട് നമുക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്നിരുന്ന് സോക്കായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പൂരി മസാലനായിട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അത്താഴത്തിനും ഇടയത്താഴത്തിനും അത് തന്നെയാണ്. കറി റെഡിയാക്കിയിട്ട് വയ്ക്കും, പിന്നെ പൂരിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കും. ആവശ്യമുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുകാണ്. ഉഴുന്നുണ്ടെങ്കിൽ അതൊരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ സവാളയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും. ഒരു 4 പൊട്ടറ്റയും 2 സവാളയും ഒരു 3 പച്ചമുളകും 1-2 കറിവേപ്പില, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്കൊരു 1-1.5 കപ്പ് വരെയൊക്കെ ആകാം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതേ സെയിം പ്രോസസ്സ് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കുക്കറിൽ വെള്ളം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പം ആ ഒരു കറി ഒന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചില്ല, ഒരു ചുക്കൊന്ന് സോക്കായി വന്നിട്ടുണ്ടേ. അത് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചുക്കുണ്ടല്ലോ, നമുക്കൊരു അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ടേ. നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സുഖം കാണും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടി ആ ഒരു ചുക്കേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ആ ഒരു ഓവറായിട്ടുള്ള ഒരു ചുക്കിൻ്റെ കുത്തൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ കുടിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചുക്കിൻ്റെ ആ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പും കുറച്ചും കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കനിക്ക് നമ്മൾ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അപ്പം ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇതാണ് ചേർത്തിട്ട് അരയ്ക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വിചാരിച്ചു ഇത് രണ്ടും മാത്രം തന്നെ, ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കണമെന്നുള്ള പെട്ടെന്നൊരു ഡൗട്ട് വന്നേ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ മാസ്റ്റർ ഷെഫ് ആരായിരിക്കും, നമ്മളെ ഉമ്മമാരായിരിക്കും. ഉമ്മാരത്തുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞ് ചെറിയ ഉള്ളിയും ജീരകവും മാത്രം മതിയെന്ന്. അപ്പോൾ അതും പിന്നെ നമ്മൾ ആ നേരത്തെ കുതിർത്ത് അരിച്ച് വെച്ചിട്ടുള്ള ഒരു ചുക്കിൻ്റെ ആ ഒരു ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തൊണ്ടൻ മുളക് ഉടച്ചതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, അതൊന്നും എടുത്ത് മാറ്റാം. അതിനുശേഷം ആ ഒരു ചെറിയുള്ളി വെളുത്തുള്ളിയും അരിയൊക്കെ ഒന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 6-7 വിസിൽ കൊടുത്തിട്ട് വേണം ഒരു റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വീണ്ടും ഒരു 5-6 വിസിൽ കൊടുക്കണേ. അപ്പോഴേ കഞ്ഞി ഈ ഒരു പാകത്തിന് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും പിന്നെ ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ആദ്യം കാണിച്ച ഉപ്പുണ്ടല്ലോ, അത് തന്നെ പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഞ്ഞി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പാകത്തിനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പൂരി മസാലയ്ക്കുള്ള ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു പൊട്ടറ്റോ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉടച്ചൊന്ന് എടുക്കാം. പൊട്ടറ്റോ മസാല റെഡിയായി. പിന്നെ നമുക്കിനി നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഷമാം ജ്യൂസ് ഉണ്ടല്ലോ, ഒരു നോമ്പ് തുറക്കുന്നൊരു 5-10 മിനിറ്റ് അതിൽ കൂടൂല, അതിനിടയ്ക്കാണ് കേട്ടോ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്, ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാം ഒന്ന് റെഡിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. നമ്മൾ നോമ്പ് തുറക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുന്നേ മാത്രമാണ് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 6-7 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞ് കുതിർത്തെടുത്താൽ. അതുപോലെ തന്നെ 1/2 കപ്പോളം ആൽമണ്ട് എടുത്തിട്ട് അതൊന്ന് കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും കുതിർത്ത് അത് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മാങ്ങ, അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങയും ഒരു
ഷമാം എടുത്തിട്ടുണ്ട്. മസ്ക് മെലണില്ല, അതാണ്. അതിൻ്റെ തൊലിയും കുരുവൊക്കെ നല്ലോണം മാറ്റണം. അതും കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ ഒരു 10-25ഓളം ഐസ് ക്യൂബ്സും പിന്നെ ഒരു 3 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പാല് നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് തന്നെ. അപ്പോൾ നമ്മൾ പാലൊന്നും അത്രയ്ക്ക് കട്ടിയില്ലാത്ത പാലാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് നിർബന്ധമില്ല, നല്ല തണുത്ത പാൽ ഒഴിച്ചാലും മതി. ഇതെല്ലാം കൂടെ ചേർത്ത് മധുരത്തിന് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഉപയോഗിക്കേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഗ്ലാസ്സിലിട്ട് ഒഴിക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നോമ്പ് തുറക്കാൻ 2-3 മിനിറ്റ് ഉള്ളപ്പോൾ മാത്രം കേട്ടോ ഇത് ഞാൻ ടേബിളിലോട്ട് എത്തിക്കുന്നത് തന്നെ. നേരത്തെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി വെക്കാറില്ല. നല്ല കയ്പ്പായിരിക്കും കേട്ടോ, വായി വെക്കാൻ കൊള്ളാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ കുരു തൊലിയും മാറ്റണം. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇതാ കഞ്ഞി ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇടയത്താഴത്തിനും അത്താഴത്തിനും ഇതൊക്കെ തന്നെയായിരുന്നു. ഇടയത്താഴത്തിന് ആവശ്യമുള്ളവർക്ക് ഇത് ഞാൻ ഒന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പം 2 പേര് മാത്രം, മോൾക്കും വാപ്പാക്കും മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് 2 പേർക്ക് മാത്രമുള്ള വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പൂരി ഒന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ വെറും ഗോതമ്പ് മാവും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പാണ്. വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ചിട്ട് കഴുകി വെറുതെ ഉണക്കി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അരിച്ചു പോലും എടുക്കില്ല, അങ്ങനെ പൊടിച്ച മാവിനെടുത്തിട്ട് കുറച്ച് ഉപ്പും വെള്ളം, പച്ചവെള്ളം, നോർമൽ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെന്ന് വെച്ച് തന്നെ കേട്ടോ. അതാ നന്നായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു പൂരിക്ക്. അപ്പോൾ അതാ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. കറി നമ്മൾ ഓൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ. പൂരിയും ആ ഒരു പൊട്ടറ്റോ മസാലയും 2 നല്ല കോമ്പിനേഷൻ അല്ലേ. എന്നും ഇറച്ചി മീനൊക്കെ അല്ലേ, വല്ല പൊരിക്ക ഇങ്ങനെയൊക്കെ ആവുന്നതായിരിക്കും നല്ലത് ഇടയ്ക്കൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു നോമ്പ് തുറ വിശേഷങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞു വീഡിയോയും കുഞ്ഞു റെസിപ്പിക്കാണ്. ആ ഒരു ചുക്ക് കനിയുടെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.